ഹലോ എവരി വൺ, വെൽക്കം ടു തോപ്പിൻ ഷുറാൻ ടീം യൂട്യൂബ് ചാനൽ. ഇന്ന് മുതൽ നമ്മൾ സെറ്റ് എക്സാമിൻ്റെ കോച്ചിങ് സ്റ്റാർട്ട് ചെയ്യാണ്. നമ്മൾ ജനറൽ പേപ്പർ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതല്ലാണ്ട് പേപ്പർ 2 നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പോകുന്നത് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ എന്ന് പറയുന്ന സബ്ജക്റ്റ് മാത്രമായിരിക്കും. ഞാൻ ഈ സെറ്റ് എക്സാമിൻ്റെ കോച്ചിങ് ഈ ചാനൽ ത്രൂ ചെയ്യാനുള്ള റീസൺ എന്ന് പറയുന്നത്, ഞാൻ റീസെൻ്റ്ലി ഫെബ്രുവരി 2 നടന്ന സെറ്റ് എക്സാം എഴുതി എൻ്റെ ആൻസർ കീസ് ഇപ്പോൾ ഔട്ടായിട്ടുണ്ട് LBS സെൻറ്റർ ഫോർ സയൻസ് ആൻഡ് ടെക്നോളജി വെബ്സൈറ്റിൽ. ഞാനെല്ലാം കൂട്ടി നോക്കിയപ്പോൾ എനിക്ക് ടോട്ടൽ 93 ആണ് കിട്ടിയിരിക്കുന്നത്, വിച്ച് ഈസ് നോട്ട് ദ മാർക്ക് വിച്ച് ഐ എക്സ്പെക്റ്റഡ്. എനിക്ക് മാർക്ക് കുറഞ്ഞിരിക്കുന്നത് എൻ്റെ മെയിൻ സബ്ജക്റ്റ് ഇംഗ്ലീഷിലാണ്. അതും ഞാൻ പ്രതീക്ഷിക്കാത്ത രീതിയിൽ നന്നായിട്ട് മാർക്ക് കുറഞ്ഞിട്ടുണ്ട്. ആക്ച്വലി 116 ആണല്ലോ അത് ക്രാക്ക് ചെയ്യാനായിട്ട് വേണ്ടത്. അപ്പോൾ നെക്സ്റ്റ് എക്സാം നമ്മളവിടെ ഗിവ് അപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. അടുത്ത എക്സാം നമ്മൾ എഴുതും. 116 മാർക്ക് തന്നെ നമ്മൾ വാങ്ങിക്കും. നമ്മളത് ക്ലിയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ ഇനിയും സെറ്റ് ആസ്പിറൻസ് ഉണ്ടാവുമല്ലോ, അപ്പോൾ നമുക്ക് ഒരുമിച്ച് പഠിക്കാമെന്ന് വിചാരിച്ചു. ജനറൽ പേപ്പർ നമ്മൾ ഡിസ്കസ് ചെയ്യും. അതല്ലാണ്ട് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യാൻ പോകുന്നത് പേപ്പർ 2 ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ. ഇംഗ്ലീഷ് ലിറ്ററേച്ചർ എന്ന് പറയുന്ന സബ്ജക്റ്റ് ആയിരിക്കും. ഓക്കെ, നമ്മൾക്ക് ഒരുമിച്ച് പഠിക്കാം. ഓക്കെ, ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് നിങ്ങൾക്ക് എന്തെങ്കിലും കൂടുതലായിട്ട് അറിയണമെങ്കിൽ നമുക്ക് കമൻറ്റ് സെക്ഷനിൽ പറയുകയാണെങ്കിൽ നമുക്ക് അതിനെപ്പറ്റി വീഡിയോ ചെയ്യാം. അപ്പം നമ്മൾ ഒരുമിച്ച് ആ ഒരു ടോപ്പിക്ക് പഠിക്കും. ഓക്കെ, ഫസ്റ്റ് ടോപ്പിക് ഈസ് ഡീകാസിലബിക് ലൈൻ. എന്താണ് ഡീകാസിലബിക് ലൈൻ എന്ന് പറയുന്നത്? ഡീകാസിലബിക് ലൈൻ എന്ന് പറയുന്നത് ഒരു പോയത്തിലെ ഒരു വരി, ആ വരിക്ക് 10 സിലബിൾ ഉണ്ടാവും. അതാണ് ഡീകാസിലബിൾ. ഇപ്പം ഞാൻ സിലബിൾ എന്ന് പറയുമ്പോൾ വാട്ട് ഈസ് എ സിലബിൾ എന്ന് നിങ്ങളുടെ ഉള്ളിൽ ചോദിക്കുന്നുണ്ടാവും. നിങ്ങളുടെ കൈ ചിന്നില്ലേ, നിങ്ങളുടെ താടി ചിന്നിൻ്റെ ഭാഗത്ത് വെക്കുമ്പോൾ ഒരു വാക്ക് നിങ്ങൾ എന്നിട്ട് പറയാണ്. നിങ്ങൾ ആ വാക്ക് പറയുമ്പോൾ എത്ര വട്ടം താഴേക്ക് പോകുന്നുണ്ടോ അപ്പോഴൊക്കെ ഓരോ സിലബിൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഓരോ സിലബിൾ അട്ടർ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് പറയും. ഓക്കെ, ഫോർ എക്സാമ്പിൾ ദ വേർഡ് ആപ്പിൾ. ആപ്പിൾ എന്ന് പറയുമ്പോൾ എന്ന് പറയുമ്പോൾ താഴേക്ക് പോകുന്നുണ്ട്, ആപ്പിൾ എന്ന് പറയുമ്പോൾ താഴേക്ക് പോകുന്നുണ്ട്. അപ്പോൾ തന്നെ 2 സിലബിൾ. അടുത്ത വേർഡ് ബട്ടർഫ്ലൈ. ബട്ടർഫ്ലൈ എന്ന് പറയുമ്പോൾ 3 വട്ടം താഴേക്ക് പോകുന്നുണ്ട്. അപ്പോൾ ആ വേർഡിൽ എത്ര സിലബിൾ ഉണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും 3 സിലബിൾ. സിലബിൾ എന്താണ് എന്ന് ആരെങ്കിലും ചോദിക്കുമ്പോൾ നമുക്ക് പറയാൻ പറ്റും അത് ഒരു ബീറ്റാണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, സിലബിൾ ഈസ് എ സിംഗിൾ ബീറ്റ്, അല്ലെങ്കിൽ ഒരു വേർഡിലുള്ള ഒച്ച സൗണ്ട്, അതാണ് സിലബിൾ. സിലബിൾ എങ്ങനെ കണ്ടുപിടിക്കുക എന്നത് ഞാനൊരു ട്രിക്ക് നിങ്ങൾക്കിപ്പോൾ പറഞ്ഞു തന്നു. കൈ ചിന്നിൻ്റെ അവിടെ വെച്ചിട്ട് ഒരു വേർഡ് പറയുമ്പോൾ എത്ര വട്ടം താഴേക്ക് പോകുന്നുണ്ടോ അതൊക്കെ ഓരോ സിലബിൾസാണ്. ഓക്കെ, ഇനി ഈ ഡീകാസിലബിക് ലൈൻ എന്ന് പറയുന്ന ഒരു സംഭവത്തിന് ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. അതിൻ്റെ പ്രത്യേകതകൾ എന്ന് പറയുന്നത്, ഒരു പോയിൻ്റ് നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഒരു ലൈനിൽ 10 സിലബിൾ ഉണ്ടാകും. രണ്ടാമത്തെ പോയിൻ്റ്, ആ ഡീകാസിലബിക് ലൈൻ ഉള്ള പോയം ഒരു റിതം ഫോളോ ചെയ്യുന്ന, അതിലൊരു റിതം ഉണ്ടാകും. ആ റിതത്തിൻ്റെ പേരാണ് അയാംബിക് പെൻറ്റാമീറ്റർ. എന്താണ് അയാംബിക് പെൻറ്റാമീറ്റർ? അയാംബിക് പെൻറ്റാമീറ്റർ എന്ന് പറയുന്നത് അൺസ്ട്രെസ്ഡ് സ്ട്രെസ്ഡ് ആ ഒരു പാറ്റേണിൽ 5 പ്രാവശ്യം കാണാൻ പറ്റും. അൺസ്ട്രെസ്ഡ് സ്ട്രെസ്ഡ് പാറ്റേൺ 5 times പെർ ലൈൻ. ഇനി ഈ ഡീകാസിലബിക് ലൈൻ എന്ന് പറയുന്നത് ക്ലാസിക്കൽ പോയിട്രിയിൽ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു സാധനമാണ്. എസ്പെഷ്യലി ഏതൊക്കെ ഭാഷകളിലെന്ന് പറയുമ്പോൾ ഇംഗ്ലീഷ് ഭാഷയിൽ ഉപയോഗിക്കുന്നുണ്ട്, ഫ്രഞ്ച് ഭാഷയിൽ ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, ഇനി ഡീകാസിലബിക് ലൈൻ എന്ന് പറയുന്ന ഈ ഒരു രീതി ഉപയോഗിച്ച റൈറ്റേഴ്സ്: 1 ജോഫ്രി ചോസർ, 2 വില്യം ഷേക്സ്പിയർ, 3 ജോൺ മിൽട്ടൺ. ജോഫ്രി ചോസർ ഈ ഡീകാസിലബിക് ലൈനിൻ്റെ ഏർലി ഫോംസ് ദ കാൻറ്റർബറി ടെയിൽസിൽ ഉപയോഗിച്ചിട്ടുണ്ട്. വില്യം ഷേക്സ്പിയർ അയാംബിക് പെൻറ്റാമീറ്റർ അദ്ദേഹത്തിൻ്റെ ഒരുപാട് നാടകത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അതൊരു ടൈപ്പ് ഓഫ് ഡീകാസിലബിക് ലൈനാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ജോൺ മിൽട്ടൺ പാരഡൈസ് ലോസ്റ്റിലും ഉപയോഗിച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി വേറൊരു പോയിന്റ് നമുക്ക് പറയാനുള്ളത്, ഈ ഡീകാസിലബിക് ലൈൻ എന്ന് പറയുന്നത് ഫ്രാൻസിൽ റൈറ്റേഴ്സ് ഉപയോഗിച്ച ഒരു റൈറ്റിംഗ് ആണ്. അത് ഇംഗ്ലണ്ടിലേക്ക് വന്നതാണ്, ഇമ്പോർട്ട് ചെയ്ത് വന്നതാണ്. അവരുടെ രീതി കണ്ടിട്ട് ഇംഗ്ലണ്ടുകാർ അത് ഉപയോഗിച്ചതാണ്. ഓക്കെ, പിന്നെ ഈ ഡീകാസിലബിക് ലൈനിന് നമ്മൾ വേറൊരു വാക്കും കൂടി പറയും, ഹീറോയിക് ലൈൻ എന്ന് കൂടി പറയും. ഓക്കെ, ഈ ഹീറോയിക് ലൈൻ എന്ന് പറയുന്നത് ഇംഗ്ലണ്ടിൻ്റെ പോയിട്രിയിലെ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഘടകം തന്നെ ആയിരുന്നു. ചോസറാണ് ഇതിലെ മെയിനായിട്ടുള്ള ആൾ.